ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. അനീഷിന് വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കുകയാണ്. രാവിലെ തന്നെ ഫുഡ് കിട്ടാനൊക്കെ ഭയങ്കര ലേറ്റ് ആണെന്ന്. ഇന്നല്ല, ഈ ഒരു വീക്ക് കിച്ചൺ ടീം 3 പേരും ഇറങ്ങിയതിന് ശേഷം ആ ക്യാപ്റ്റന്മാരുണ്ടല്ലോ, അക്ബർ, നെവിൻ, ആര്യൻ, ഇവർ ഈ ഒരു ടീം ആയതിനു ശേഷം ആർക്കും തന്നെ ശരിക്കും ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതായത് ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഹെൽത്ത് ശരിക്കും നല്ല പക്കയായിരിക്കണം അല്ലേ. ഫുഡും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ശരിക്കും വീക്കായി പോകും ആരാണെങ്കിലും. ഇന്നലെ നൂറയാണെങ്കിലും ടാസ്ക് എല്ലാം കഴിഞ്ഞ് ഭയങ്കര തലകറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ശരിക്കും അവർക്ക് സമയത്തിന് കിട്ടുന്നില്ല. ശരിക്കും കിച്ചൺ ടീമിൻ്റെ ആ ഒരു വീഴ്ച തന്നെയാണ്. ഇന്നലെ ആണെങ്കിലും ഇപ്പോൾ നൂറയ്ക്കാണെങ്കിലും ആ ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ, അവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഫുഡ് കൊടുക്കില്ല പറഞ്ഞ് ഇന്നലെ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷാനവാസിൻ്റെ ഇഷ്യൂ, അത് കഴിഞ്ഞിപ്പോൾ അനീഷിനും വയ്യാതെയിരിക്കുകയാണ്. മൊത്തം ആകെ പ്രശ്നമായിരിക്കുകയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ശരിക്കും ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിന് വഴക്കുണ്ടാക്കേണ്ട ഒരു സമയമേ അല്ല ഇത് അല്ലേ. ശരിക്കും നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് നല്ല രീതിയിൽ പോകേണ്ട ഓരോ ദിവസങ്ങളാണിത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇത്രയും കാലമില്ലാത്ത വലിയ വലിയ വഴക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷിന് അങ്ങനെ വയ്യാതെ ഇരിക്കുന്ന സമയത്ത് കൺഫഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്, മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനീഷ് തിരിച്ച് ഹൗസിലേക്ക് വരികയാണ്. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് നടക്കുന്നത് കൊണ്ടാണ് കിച്ചൺ ടീമിന് ചെയ്യാൻ സാധിക്കാത്തത് എങ്കിൽ അവർക്ക് എല്ലാവരുടെയും ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് മുൻപോട്ട് പോവുകയല്ലാതെ വേറെ എന്താണ് മാർഗം അല്ലേ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അവർക്കൊരു റൂൾ കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണം, അങ്ങനെയൊക്കെ കൊണ്ടുവരും എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ വാശിക്ക് നീ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാൽ ആർക്കായാലും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഏതായാലും നെവിനാണെങ്കിലും ബിഗ് ബോസ് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഈ ഒരു ഫുഡിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ അവർക്ക് തന്നെ കൊള്ളാം.